ക്രിസ്മസ് ദിനത്തിൽ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് കസഖ്സ്ഥാനിൽ ഒരു വിമാനം തകർന്നു വീണത്. വിമാനം നിലത്ത് ഇടിച്ചിറങ്ങി അഗ്നിഗോളമായി മാറിയ ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഒടുവിൽ സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് റഷ്യ രംഗത്തെത്തി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഖേദം പ്രകടിപ്പിച്ചു. ആ അപകടത്തിന്റെ നടുക്കം മാറും മുൻപെയാണ് ദക്ഷിണ കൊറിയയിലും വിമാന അപകടമുണ്ടായത്. ദുരന്തത്തിൽ 100-ലേറെ പേരാണ് മരിച്ചത്. തുടർക്കഥയാകുന്ന വിമാന അപകടങ്ങളുടെ നടുക്കത്തിലാണ് ലോകം. ക്രിസ്മസ് ദിനത്തിൽ കസഖ്സ്ഥാനിൽ വിമാനം തകർന്നു വീണുണ്ടായ അപകടത്തിൽ 38 പേരാണ് മരിച്ചത്. അസർബൈജാൻ എയർലൈൻസിന്റെ J28243 വിമാനം കസഖ്സ്ഥാനിലെ അക്തൌവിലാണ് തകർന്നു വീണത്. അസർബൈജാനിലെ ബാക്കുവിൽ നിന്നും പറന്നുയർന്ന് റഷ്യൻ നഗരമായ ഗ്രോസ്നിയിലേക്ക് പോവുകയായിരുന്നു എംബ്രയർ 190 വിമാനം. 67 യാത്രക്കാരും 5 ജീവനക്കാരുമായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്. ബുധനാഴ്ചയാണ് റഷ്യൻ വ്യോമാതിർത്തിക്കുള്ളിലെ അക്തൌവിൽ വിമാനം തകർന്നു വീഴുന്നത്. അപകടത്തിന്റെ നടുക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. വിമാനം ലാൻഡ് ചെയ്യാൻ പലതവണ ശ്രമിക്കുന്നതും ഒടുവിൽ നിലത്ത് ഇടിച്ചിറങ്ങി വിമാനം അഗ്നിഗോളമായി മാറുന്നതും ദൃശ്യങ്ങളിൽ കാണാം. അപകടത്തിൽ 29 പേരെയാണ് രക്ഷപ്പെടുത്താനായത്. ഇവരിൽ 11ഉം 16ഉം പ്രായമുള്ളവരടക്കം 5 പേർ അതീവ ഗുരുതരാവസ്ഥയിലാണ്. 2 പൈലറ്റുമാരും ഒരു ഫ്ലൈറ്റ് അറ്റൻഡന്റും ഉൾപ്പെടുന്നു. അസർബൈജാൻ, കസഖ്സ്ഥാൻ, കിർഗിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ആളുകളാണ് വിമാനത്തിലുണ്ടായിരുന്നത്. വിമാനം തകർന്നതിന് പിന്നാലെ തന്നെ രക്ഷാപ്രവർത്തകർ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്കും മാറ്റി. കനത്ത മൂടൽമഞ്ഞ് കാരണം അക്തൌ വിമാനത്താവളത്തിലേക്ക് വഴിതിരിച്ചു വിട്ടതിന് പിന്നാലെയാണ് വിമാനം തകർന്നു വീഴുന്നത്. അപകടത്തിന് തൊട്ടുമുൻപുള്ള ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. വിമാനം തകർന്നതിന് മുൻപ് യാത്രക്കാർ പരിഭ്രാന്തരാകുന്ന ദൃശ്യങ്ങൾ പ്രാദേശിക മാധ്യമങ്ങൾ പുറത്തുവിട്ടു. യാത്രക്കാരിൽ ചിലരാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. അപകടത്തിന് മുൻപുള്ള അവസാന നിമിഷങ്ങളെല്ലാം ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം. മഞ്ഞ നിറത്തിലുള്ള ഓക്സിജൻ മാസ്കുകൾ, പരിഭ്രാന്തരായി നിലവിളിക്കുന്ന യാത്രക്കാർ, സീറ്റ് ബെൽറ്റ് ധരിക്കാൻ ക്യാബിൻ ക്രൂ നിർദ്ദേശം നൽകുന്നതും കേൾക്കാം. വിമാനം തകർന്ന ശേഷം പരിക്കേറ്റ് തറയിൽ ചിതറിക്കിടക്കുന്ന യാത്രക്കാർ സഹായത്തിനായി നിലവിളിക്കുന്നതും വീഡിയോയിൽ കാണാം. അപകടത്തിന്റെ ഭീകരത വെളിവാക്കുന്നതാണ് ദൃശ്യങ്ങൾ. Люди упали. Самолет разбился. Прикинь, как этим. പക്ഷികൾ ഇടിച്ചതാണ് അപകട കാരണമെന്നായിരുന്നു പ്രാഥമിക നിഗമനം. എന്നാൽ വിമാനം റഷ്യയോ യുക്രൈനോ അബദ്ധത്തിൽ വെടിവെച്ചിട്ടതാകാമെന്ന സംശയമാണ് പിന്നാലെ ഉയർന്നത്. വിമാനം തകർന്നതിൽ റഷ്യയുടെ ഇടപെടലുണ്ടെന്ന് ആരോപണമുയർന്നു. ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന് അസർബൈജാൻ എയർലൈൻസും ആരോപിച്ചു. സംഭവത്തിന് പിന്നിൽ റഷ്യയുടെ മിസൈലുകളെന്നായിരുന്നു സംശയം. വാദപ്രതിവാദങ്ങൾ തുടരുന്നതിനിടെ അപകടത്തിൽ ഉത്തരവാദിത്തമേറ്റെടുത്ത് റഷ്യ രംഗത്തെത്തി. ദുരന്തത്തിൽ അസർബൈജാനോട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ക്ഷമാപണം നടത്തി. അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയേവുമായി പുടിൻ ഫോണിൽ സംസാരിച്ചു. റഷ്യയുടെ വ്യോമമേഖലയിൽ അപകടം നടന്നതിൽ ക്ഷമ ചോദിക്കുന്നുവെന്ന് പുടിൻ പറഞ്ഞു. ഇരകളുടെ കുടുംബങ്ങളോട് ആത്മാർത്ഥമായ അനുശോചനം രേഖപ്പെടുത്തുന്നുവെന്നും പരിക്കേറ്റവർക്ക് വേഗം സുഖം പ്രാപിക്കട്ടെയെന്നും പുടിൻ കൂട്ടിച്ചേർത്തു. തകർന്നു വീണ വിമാനത്തിലേക്ക് റഷ്യയുടെ ഉപരിതല മിസൈലോ വിമാനവേധ മിസൈലോ അബദ്ധത്തിൽ ഇടിച്ചിരിക്കാമെന്ന സൂചനയാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇത് സംബന്ധിച്ച ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. വിമാനത്തിന്റെ പുറംഭാഗത്ത് കണ്ട ദ്വാരങ്ങളും വാൽഭാഗത്തെ അടയാളങ്ങളും സംബന്ധിച്ച വീഡിയോ സഹിതമാണ് വ്യോമയാന വിദഗ്ധരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ സംഭവത്തിന് പിന്നിൽ റഷ്യൻ മിസൈൽ ആക്രമണമാകാമെന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നത്. യുക്രൈൻ ഡ്രോണുകൾ പ്രതിരോധിക്കുന്നതിന് അയച്ച മിസൈൽ തട്ടിയാണ് വിമാനം തകർന്നത്. ഈ സംശയങ്ങൾ നിലനിൽക്കുന്നതിനിടെയാണ് ക്ഷമാപണം നടത്തി പുടിൻ രംഗത്തെത്തിയത്. അതേസമയം അസർബൈജാൻ എയർലൈൻസ് വിമാനം യുക്രൈൻ ഡ്രോൺ ആക്രമണം ശക്തമായ പ്രദേശത്തേക്കാണ് പോയിരുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇത്തരം മിസൈലുകളുടെ ആക്രമണത്തിൽ തകർന്ന മറ്റ് സിവിലിയൻ സൈനിക വിമാനങ്ങളിലും സമാനമായ ദ്വാരങ്ങൾ കണ്ടിരുന്നതായും വിദഗ്ധർ പറയുന്നു. ഗ്രോസ്നിയിൽ യുക്രൈൻ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. ഇതോടെ ഇവിടെ നിലയുറപ്പിച്ചിരുന്ന റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനം അസർബൈജാൻ എയർലൈൻസ് വിമാനത്തെ ഡ്രോണാണെന്ന് തെറ്റിദ്ധരിച്ച് ഉന്നമിട്ടതാകാമെന്നാണ് റിപ്പോർട്ടുകൾ. കസഖ്സ്ഥാൻ വിമാന ദുരന്തത്തിന്റെ ഞെട്ടൽ മാറും മുൻപേ ദക്ഷിണ കൊറിയയിലും വിമാനം തകർന്നു വീണ് വൻ അപകടമുണ്ടായി.
തായ്ലൻഡിൽ നിന്നും മടങ്ങിയ ജെജു എയർലൈൻസിന്റെ വിമാനമാണ് ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ മുവാൻ വിമാനത്താവളത്തിൽ തകർന്നു വീണത്. വിമാനത്തിൽ ആകെയുണ്ടായിരുന്ന 181 പേരിൽ 179 പേരും മരിച്ചതായാണ് ദക്ഷിണ കൊറിയ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. വിമാന ജീവനക്കാരായ ഒരു സ്ത്രീയെയും പുരുഷനെയും മാത്രമാണ് ജീവനോടെ പുറത്തെത്തിക്കാനായത്. ലാൻഡിംഗ് ഗിയർ പ്രവർത്തിക്കാതിരുന്നതാണ് അപകടത്തിന് കാരണമായതെന്ന് ദക്ഷിണ കൊറിയൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയറിലുണ്ടായ തകരാർ കാരണം വിമാനം ഇടിച്ചിറക്കുകയായിരുന്നുവെന്നാണ് വിവരം. ലാൻഡ് ചെയ്യാനുള്ള ആദ്യ ശ്രമം പരാജയപ്പെട്ട ശേഷം രണ്ടാം ശ്രമത്തിലാണ് വിമാനം അപകടത്തിൽപ്പെടുന്നത്. ഈ ലാൻഡിംഗ് ശ്രമത്തിൽ വിമാനത്തിന്റെ വേഗത കുറയ്ക്കുന്നതിൽ പൈലറ്റ് പരാജയപ്പെടുകയായിരുന്നു. ഇതോടെയാണ് റൺവേയുടെ അറ്റം വരെ വിമാനം സഞ്ചരിക്കുകയും മതിലിൽ ഇടിക്കുകയും ചെയ്തത്. ലാൻഡിങ്ങിനിടെ റൺവേയിൽ നിന്നും തെന്നിമാറി നിരങ്ങി നീങ്ങിയ വിമാനം സുരക്ഷാ മതിലിൽ ഇടിച്ച് കത്തിച്ചാമ്പലാവുകയായിരുന്നു. പ്രാദേശിക മാധ്യമങ്ങൾ പങ്കുവച്ച ദൃശ്യങ്ങളിൽ വിമാനം നിയന്ത്രണം തെറ്റി റൺവേയിലൂടെ തെന്നി നീങ്ങുന്നതും മതിലിൽ ഇടിച്ച് പൊട്ടിത്തെറിച്ച് തീഗോളമാകുന്നതും കാണാം. പ്രാദേശിക സമയം രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. യന്ത്ര തകരാറാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സാങ്കേതിക തകരാറിനെ തുടർന്ന് ലാൻഡിംഗ് ഗിയർ പ്രവർത്തനരഹിതമാവുകയും ടയറുകൾ പുറത്തേക്ക് വരാതിരിക്കുകയും ചെയ്തതോടെ ബെല്ലി ലാൻഡിംഗ് അനിവാര്യമായി എന്നാണ് പ്രാഥമിക വിവരം. റൺവേയിൽ ഇടിച്ച് തെന്നി നീങ്ങിയ വിമാനത്തിൽ ചെറിയ തോതിൽ സ്പാർക്കുണ്ടായി. സിഗ്നൽ സംവിധാനത്തിൽ ഇടിച്ചത് സ്ഫോടനത്തിലേക്കും വൻ തീപിടുത്തത്തിലേക്കും നയിച്ചു. ലാൻഡിങ്ങിന് മുൻപ് വിമാനത്തിൽ പക്ഷി ഇടിച്ചിരുന്നതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട്. വിമാനത്തിലുണ്ടായിരുന്നവരിൽ 175 പേർ യാത്രക്കാരും 6 പേർ ജീവനക്കാരുമായിരുന്നു. 175 യാത്രക്കാരിൽ 173 പേർ ദക്ഷിണ കൊറിയൻ പൗരന്മാരും 2 പേർ തായ്ലൻഡ് സ്വദേശികളുമായിരുന്നു. അതിദാരുണമായ സംഭവത്തിൽ മാപ്പ് പറഞ്ഞ് വിമാന കമ്പനിയായ ജെജു എയർലൈൻസും രംഗത്തെത്തിയതിന് പിന്നാലെ സംഭവത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുവെന്ന് കമ്പനി സിഇഒ കിം ഈബെ പ്രസ്താവനയിൽ അറിയിച്ചു. സംഭവത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും മരണപ്പെട്ടവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും പ്രസ്താവനയിൽ കിം വ്യക്തമാക്കി. അപകടത്തിന്റെ യഥാർത്ഥ കാരണം എന്താണെന്നോ എങ്ങനെയാണ് ദുരന്തം സംഭവിച്ചതെന്നോ വ്യക്തമല്ല. എങ്കിലും അപകടത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നുവെന്ന് കിം പ്രസ്താവനയിൽ പറഞ്ഞു. അപകടത്തിൽ ദക്ഷിണ കൊറിയ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിമാന ദുരന്തങ്ങൾ ആവർത്തിക്കുന്നതിനിടെ കാനഡയിൽ വൻ ദുരന്തം ഒഴിവായതിന്റെ വാർത്തകളും പുറത്തുവന്നു. കാനഡയിലെ ഹാലിഫാക്സ് വിമാനത്താവളത്തിലാണ് സംഭവം. ലാൻഡിങ്ങിനിടെ എയർ കാനഡ വിമാനത്തിന് തീപിടിച്ചത് ആശങ്ക പടർത്തി. ലാൻഡിംഗ് ഗിയർ തകരാറിലായതിനെ തുടർന്നാണ് അപകടമുണ്ടായത്. വിമാനം റൺവേയിൽ നിന്നും തെന്നിമാറുകയും ചിറകുകൾക്ക് തീപിടിക്കുകയും ചെയ്തു. സംഭവത്തിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വിമാനത്തിൽ നിറയെ യാത്രക്കാരുണ്ടായിരുന്നു. റൺവേയിൽ ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെ വിമാനത്തിന് തീപിടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഏറെ നേരത്തെ പരിഭ്രാന്തിക്ക് ശേഷമാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയത്.